ഹലോ ഗൈസ്. അപ്പോ ചടങ്ങ് തുടങ്ങല്ലേ അച്ഛാ? പിന്നെന്താ, വിത്ത് പ്ലഷർ. നമ്മൾ ഇന്ന് എങ്ങോട്ടാ പോകുന്നേ? മറന്നുപോയാ? വയനാട്. വയനാട് കാഴ്ചകൾ കാണാൻ. കാഴ്ചകൾ കാണാൻ നിങ്ങൾക്കും കാഴ്ചകൾ കാണിച്ചു തരാം. വന്നോളൂ. വന്നോളൂ. വ്ളോഗ് ചെയ്യാൻ പുതിയ അസിസ്റ്റന്റിനെ കിട്ടിയ സ്ഥിതിക്ക് ഇനി എനിക്ക് പണി എളുപ്പാവും തോന്നുന്നു. ബൈ ദ ബൈ, ഞങ്ങളുടെ ബാംഗ്ലൂർ ടു വയനാട് ട്രിപ്പിന്റെ വിശേഷങ്ങൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. ഗൂഗിൾ മാപ്പിൽ 2 വഴി കാണിച്ചെങ്കിലും ഗുണ്ടൽപേട്ട് വഴി സുൽത്താൻ ബത്തേരിയാണ് ഞങ്ങൾ ചൂസ് ചെയ്തത്. ആ തീരുമാനം ഒന്നുകൊണ്ടും മോശമായില്ല, കാരണം വഴിയിൽ അത്രയും ബ്യൂട്ടിഫുൾ ആയ കാഴ്ചകളായിരുന്നു. സൂര്യകാന്തി പാടം. എൻട്രി ഫീ ആയി ഒരാൾക്ക് 20 രൂപയാണ് അവര് വാങ്ങുന്നത്. ഇങ്ങോട്ട് വാ, ഇവിടെ നിൽക്കണം, ഫോട്ടോ എടുക്കാം. എങ്ങനെ ഉണ്ടാവുക? ഈ ലൈറ്റിൽ അതുപോലെ ഇല്ലേ സൂര്യനെ പോലെ? നോക്കി നേരെ നോക്ക്. കണ്ട, അതുകൊണ്ട് എന്നെ സൺഫ്ലവർ എന്ന് വിളിക്കുന്നത് കേട്ടാ. ഇതാണ് സൂര്യകാന്തി പൂ വിരിയുന്നതിന് മുമ്പും വിരിഞ്ഞതിന് ശേഷമുള്ള രൂപം. ഈ കാണുന്നത് സൂര്യകാന്തിയുടെ വിത്തുകൾ പാകിയതാണ്. വിത്തിട്ട് 3 മാസത്തിനുള്ളിൽ തന്നെ പൂക്കൾ വിരിയത്രേ. ഇത്രയും ഭംഗിയുള്ള സൂര്യകാന്തി പാടം കാണാൻ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. പൂക്കളിൽ നിറയെ തേനീച്ചകളും വണ്ടുകളും പാറി നടക്കുന്നുണ്ട്. അതിന്റെ കുത്തങ്ങാനും കിട്ടിയാൽ പിന്നെ തീർന്നു. കൂടാതെ ഡ്രസ്സിന് മുഴുവൻ ഈ കാണുന്ന പോലെ പൂമ്പൊടി പറ്റിപ്പിടിക്കാനുള്ള ചാൻസും ഉണ്ട്. ഇതൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാല് നല്ല അടിപൊളി വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കാൻ പറ്റിയ സ്പോട്ടാണ്. ഇനിയുള്ള ഞങ്ങളുടെ യാത്ര ബന്ദിപ്പൂർ ടൈഗർ റിസർവ് വഴിയാണ്. വല്ല ആനയോ കടുവയോ ഒക്കെ കാണുന്നു പ്രതീക്ഷിച്ചു പോയ ഞങ്ങൾക്ക് ആകെ കാണാൻ കിട്ടിയത് ഇവനെയാണ്. അതാടാ ഇത് കാട്ടിനുള്ളിൽ താഴെയാന്ന്. റോഡില്. ബന്ദിപ്പൂർ കഴിഞ്ഞ് പിന്നെ വന്നത് ഒരു ജനവാസ മേഖലയായിരുന്നു. അവിടെ റോഡ് സൈഡിലൊക്കെ ആൾക്കാർ നെല്ലിക്കയും തേനും ഒക്കെ വിൽക്കാൻ നിൽക്കുന്നുണ്ടായിരുന്നു. മുത്തങ്ങ ചെക്ക് പോസ്റ്റിൽ ചെറിയൊരു ചെക്കിംഗ് ഉണ്ടായിരുന്നു. നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ അവിടെ എഴുതി വെക്കുന്നുണ്ട്. ഉച്ചയോടെ ഞങ്ങൾ സുൽത്താൻ ബത്തേരി ടൗണിലെത്തി. ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിലാവട്ടെ. അപ്പോ വാ മക്കളെ, കമ്മക്കേനെ